Welcome back to our biology class. Today we will study the 9th chapter of Standard 8 Biology, that is reproduction in animals. Okay, this is your 9th chapter, reproduction in animals. Okay, we know that reproduction is essential for the continuation of a species. Okay, so in this chapter we shall learn how reproduction takes place in animals. Okay, നമ്മൾ ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ആനിമൽസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് പഠിക്കുന്നത്. സോ ലെറ്റ് us learn them in detail. Okay. Reproduction is essential for the continuation of a species. Okay. Have you seen the young ones of different animals? അതായത് നിങ്ങൾ ആനിമൽസിൻ്റെയൊക്കെ യങ് വൺസിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ക്യാറ്റ് അല്ലേ, ക്യാറ്റിൻ്റെ യങ് വൺസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ക്യാറ്റ് കിറ്റൺ അല്ലേ. അതുപോലെ തന്നെ ഡോഗ്, പപ്പി. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിളുണ്ട്, ടേബിൾ 9.1. Can you see this? You try to name some of the young ones by completing the table. നിങ്ങൾ തന്നെ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ആനിമൽ ഹ്യൂമൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ യങ് വൺസിന് പറയുന്ന പേര് ബേബി. ക്യാറ്റ് കിറ്റൺ. അതുപോലെ തന്നെ ഡോഗ്, ബട്ടർഫ്ലൈ, ഹെന്നിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്, ഹെൻ ചിക്ക്, കൗ, ഫ്രോഗ്. അപ്പം നിങ്ങൾ തന്നെ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ. സോ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ദർ ആർ 2 modes of reproduction: sexual reproduction and asexual reproduction. റീപ്രൊഡക്ഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഇൻ ആനിമൽസ് ഓൾസോ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓർ ഓർഗൻസ്. ലൈക്ക് പ്ലാന്റ്സ്, ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഇൻ ആനിമൽസ് ഓൾസോ പ്രൊഡ്യൂസ് ഗമീറ്റ്സ് that fuse to form a zygote. നമ്മൾക്കറിയാം ആനിമൽസിൽ മെയിൽസും ഫീമെയിൽസും റീപ്രൊഡക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ആയിരിക്കും അല്ലേ. പ്ലാന്റ്സിലെ പോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗമീറ്റ്സും, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേനാണ് അവിടെ സൈഗോട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സൈഗോട്ട് വിച്ച് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ. ഈ സൈഗോട്ടാണ് പിന്നീട് പല ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ബിഗിനിങ് ഫ്രം ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള റീപ്രൊഡക്ഷന് നമ്മൾ പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഇൻ ഹ്യൂമൻസ് ആൻഡ് സ്റ്റഡി ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ദം. നമ്മൾ പഠിച്ചു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗമീറ്റ്സ് ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗമീറ്റ്സ് ആണ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേനാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചാണ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് organs. Male reproductive organs in humans.
The male reproductive organs include a pair of testes. Okay, can you see this? Pair of testes. These are testes. And 2 sperm ducts. Can you see this? This is sperm duct. 2 sperm ducts and a penis. Can you see this? This is penis. Male reproductive organ. Okay. Once again, the male reproductive organs include a pair of testes. Pair of testes and 2 sperm ducts and a penis. Okay. The testes produce the male gametes called sperms. അതായത് ഈ ടെസ്റ്റിസിലാണ് മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മെയിൽ ഗമീറ്റ്സിന് പറയുന്ന പേരാണ് സ്പേംസ്. ഓക്കെ, ദ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ദ മെയിൽ ഗമീറ്റ്സ് കോൾഡ് സ്പേംസ്. ഓക്കെ, ടെസ്റ്റിസിലാണ് മെയിൽ ഗമീറ്റ്സ് അല്ലെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, millions of sperms are produced by the testis. അതായത് ഈ 2 ടെസ്റ്റിസിലുമായിട്ട് മില്യൺസ് ഓഫ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the sperms are very small in size and each has a head and a middle piece and a tail. Okay, each sperm is a single cell with all the usual cell components. അതായത് ഈ ഓരോ ടെസ്റ്റിസിലും മില്യൺസ് ഓഫ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്പേംസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. Can you see this? This is a structure of a human sperm. Okay, each sperm has a head. Can you see this? This is head and a middle piece. This is middle piece and a tail. This is tail. Okay, each sperm has a head and a middle piece and a tail. Okay, this is the structure of male reproductive organs. And next is female reproductive organs. Can you see this? This is the picture of female reproductive organs in humans. The female reproductive organs are a pair of ovaries. Can you see this? There is a pair of ovaries. That's a pair of ovaries and oviduct. This is oviduct. ഈ ട്യൂബില്ലേ, ഇതിന് പറയുന്ന പേരാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഓവറി, ഓവിഡക്റ്റ് or fallopian tube and the uterus. This is uterus. Okay, this is uterus. This is the structure of female reproductive organs. The female reproductive organs are a pair of ovaries and oviduct and a uterus. And the uterus. Okay. The ovaries produce female gametes called ova. അതായത് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗമീറ്റ്സിന് പറയുന്ന പേരാണ് ഓവ അല്ലെങ്കിൽ എഗ്സ്. ഓക്കെ, ഇൻ ഹ്യൂമൻ ബീങ്സ് എ സിംഗിൾ മെച്യൂർഡ് egg is released into the oviduct by one of the ovaries every month. അതായത് ഫീമെയിൽസിൽ ഒരു മെച്യൂർഡ് എഗ്ഗ് വെച്ച് റിലീസ് ചെയ്യും. ഈ ഓരോ ഓവറീസിൽ നിന്നും ഒരു മെച്യൂർഡ് എഗ്ഗ് റിലീസ് ചെയ്യും. എല്ലാ മാസവും ഒരു എഗ്ഗ് വെച്ച് ഈ ഓരോ ഓവറീസിൽ നിന്നും റിലീസ് ചെയ്യും.
Uterus is the part of where development of the baby takes place. Like the sperm and egg is also a single cell. അതായത് എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേന് ഫ്യൂസ് ചെയ്യുന്ന സ്പേമും ഒരു സിംഗിൾ സെല്ലാണ്, അതുപോലെ തന്നെ എഗ്ഗും ഒരു സിംഗിൾ സെല്ലാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേനാണ് അവിടെ സൈഗോട്ട് ഉണ്ടാകുന്നത്. ഈ സൈഗോട്ടാണ് പിന്നീട് പല പല ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, and next is fertilization. The first step in the process of reproduction is the fusion of sperm and ovum. റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വെൻ സ്പേംസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് ആൻ എഗ്, വൺ ഓഫ് ദ സ്പേംസ് മേ ഫ്യൂസ് വിത്ത് ദ എഗ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഫെർട്ടിലൈസേഷൻ. അതായത് ഈ എഗ്ഗും സ്പേമും കൂടെ കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കിന് ഒരു സ്പേം ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, one of the sperms may fuse with the egg. Such fusion of the egg and the sperm is called fertilization. ആ എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, during fertilization the nuclei of the sperm and the egg fuse to form a single nucleus. അതായത് can you see this? ഈ സ്പേമിൻ്റെ ന്യൂക്ലിയസും എഗ്ഗിൻ്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ എ സൈഗോട്ട്. ഈ സ്പേമിൻ്റെ എഗ്ഗിൻ്റെയും കൂടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഇതിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട്. ഓക്കെ, zygote is the beginning of a new individual. The process of fertilization is the meeting of an egg cell from the mother and a sperm cell from the father. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മദറിൽ നിന്നുള്ള എഗ് സെല്ലും ഫാദറിൽ നിന്നുള്ള സ്പേം സെല്ലും കൂടെ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ദ ന്യൂ ഇൻഡിവിജ്വൽ ഇൻഹെറിറ്റ്സ് സം ക്യാരക്ടറിസ്റ്റിക് ഫ്രം ദ മദർ ആൻഡ് സം ഫ്രം ദ ഫാദർ. അതായത് പുതിയതായിട്ടുണ്ടാകുന്ന ആ ഇൻഡിവിജ്വലിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഫാദറിൽ നിന്നും കിട്ടും, കുറച്ച് ക്യാരക്ടർ മദറിൻ്റെ ആയിരിക്കും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഹാവ് യു ഹാഡ് ഓഫ് ടെസ്റ്റ് ട്യൂബ് ബേബീസ്? നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ചില വുമൻസിൽ അവരുടെ ഓവിഡക്റ്റ് ബ്ലോക്കായി പോകും. ദീസ് വുമൻ ആർ അൺഎബിൾ ടു ബിയർ ബേബീസ് ബിക്കോസ് സ്പേംസ് കനോട്ട് റീച്ച് ദ എഗ് ഫോർ ഫെർട്ടിലൈസേഷൻ. അതായത് ഈ ഓവിഡക്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള വുമൻസിൽ സ്പേംസും എഗ്ഗും തമ്മിലുള്ള ഫ്യൂഷൻ നടക്കത്തില്ല. ഇൻ സച്ച് കേസസ് ദ ഡോക്ടേഴ്സ് കളക്ട് ഫ്രഷ്ലി റിലീസ്ഡ് എഗ് ആൻഡ് സ്പേംസ് and keep them together for a few hours. This is called IVF or in vitro fertilization. Fertilization outside the body. Fertilization നടക്കുന്നത് എവിടെയാണ്? ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ്, ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. പക്ഷേ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് നമ്മുടെ ഫീമെയിൽ ബോഡിയുടെ ഔട്ട്സൈഡിലാണ്. ഓക്കെ, ഈ സമയത്ത് ഡോക്ടേഴ്സ് ഫ്രഷ് ആയിട്ടുള്ള സ്പേമും എഗ്ഗൂടെ ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ occurs, the zygote is allowed to develop for about a week and then it is placed in the mother's uterus. അതായത്
ഈ മെയിലും ഫീമെയിലും എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ടിനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് മദറിൻ്റെ യൂട്രസിൽ നിക്ഷേപിക്കും. കംപ്ലീറ്റ് ദ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് ആൻഡ് ദ ബേബി ഈസ് ബോൺ ലൈക്ക് എനി അതർ ബേബി. അതായത് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിന് സാധാരണ കുട്ടികളെ പോലെ തന്നെ ബേബീസ് ഉണ്ടാകും. ഓക്കെ, ബേബീസ് ബോൺ ത്രൂ ദിസ് ടെക്നിക് ആർ കോൾഡ് ടെസ്റ്റ് ട്യൂബ് ബേബീസ്. ഈ ടെക്നിക്കിലൂടെ ഉണ്ടാകുന്ന കുട്ടികളെ പറയുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബീസ്. ഓക്കെ, ദിസ് ടേം ഈസ് ആക്ച്വലി മിസ്ലീഡിങ് ബിക്കോസ് ബേബീസ് കനോട്ട് ഗ്രോ ഇൻ ടെസ്റ്റ് ട്യൂബ്. അതായത് ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറഞ്ഞാൽ ബേബീസ് ഒരിക്കലും ടെസ്റ്റ് ട്യൂബിനകത്തല്ല ഉണ്ടാകുന്നത്. അതായത് എഗ്ഗും സ്പേമും കൂടെ മദറിൻ്റെ ശരീരത്തിൻ്റെ വെളിയിൽ വെച്ച് ഫ്യൂസ് ചെയ്യുക. ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ വെച്ച് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി കഴിയുമ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്കിനും അത് മദറിൻ്റെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുക. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് in vitro fertilization. This type of fertilization is called in vitro fertilization and the babies are called test tube babies. Okay, so these are all about today's topic. You study well. We will meet in the next class. Thank you.